വരൂ ശ്യാം. ഇരിക്കൂ. താങ്ക് യു. ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. താമസിച്ചപ്പോ ഞാൻ കരുതി വരില്ല എന്ന്. ഏതായാലും ശ്യാം വന്നല്ലോ, അത് മതി. ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ വെച്ച് ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലാത്തതാണ്. ഒരുപക്ഷെ എന്നെ കണ്ടാല് അവൾ ഏതെങ്കിലും വിധത്തിൽ റിയാക്ട് ചെയ്തെന്നിരിക്കും. അത് അവളുടെ അസുഖം ഭേദപ്പെടാൻ ഉപകരിക്കുമെങ്കിൽ. താങ്ക് യു ശ്യാം, താങ്ക് യു. ടീച്ചർ പോലും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി ശ്യാമിന് മാത്രമേ അവളെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാൻ കഴിയൂ. അതുകൊണ്ടല്ലേ മാഡം ഞാൻ എത്തിയതും. ഒരു കാര്യം ഞാൻ മുൻകൂട്ടി പറഞ്ഞോട്ടെ ശ്യാം. ശ്യാമിനെ കാണുമ്പോൾ അവൾ ഏത് തരത്തിലാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് ഡോക്ടർക്ക് പോലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അറിയാം മാഡം, എല്ലാം ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ട്. അവളുടെ കാര്യത്തിൽ ഞാനെന്നും ദുഃഖിച്ചിട്ടേ ഉള്ളൂ. മാഡത്തിനറിയോ, ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ജന്മം എൻ്റേത്. എല്ലാം നേരെയാവും ശ്യാം. ഇനി എന്ത് നേരെയാവാൻ? മാഡം ഒരിക്കലും എന്നോട് പറഞ്ഞില്ലേ രേണുകയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഞാനാണെന്ന്? ഒരിക്കലുമല്ല മാഡം. എല്ലാത്തിനും പലതവണ ഞാൻ മാപ്പിരുന്നതാ. പക്ഷെ അവൾ ഒന്നിനും വില കൽപ്പിച്ചില്ല. അവളുടെ പിടിവാശികളായിരുന്നു അവൾക്കെന്നും വലുത്. ഇന്നും എൻ്റെ ജീവിതത്തിൽ നീറിപ്പുകയുന്ന ഒരു തീക്കനലാണ് രേണുക. ആരെയും കുറ്റപ്പെടുത്തേണ്ട സമയമല്ലിത്. രേണുക എങ്ങനെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി മാത്രം ഞാൻ ശ്യാമിനെ വന്ന് കണ്ടത്. ആർക്ക് വേണ്ടെങ്കിലും ഒരാൾക്ക് അവളെ വേണം. അവളുടെ അമ്മയ്ക്ക്. ടീച്ചർ വരും. അപ്പോ ആ പഴയ രേണുകയെ എനിക്ക് തിരിച്ചു കൊടുക്കണം ശ്യാം. അതിനുവേണ്ടി എന്ത് സഹായം വേണമെങ്കിലും മാഡത്തിന് എൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാം. അത് മതി ശ്യാം, എനിക്കത് മതി. മാഡം. യെസ് ഡോക്ടർ, ഇതാണ് അഡ്വക്കേറ്റ് ശ്യാമപ്രസാദ്. ഹലോ. ഹലോ. ഐ ആം കെ പ്രഭാ. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉവ്വ് സർ. എങ്കിൽ നമുക്ക് രേണുക അടുത്തേക്ക് പോയാലോ? ഷുവർ സർ. രേണുകെ, മോളെ എഴുന്നേക്ക്. വേണ്ട, എഴുന്നേക്ക് മോളെ. എന്നെ കൊണ്ട് വയ്യ. എഴുന്നേക്ക് മോളെ. രേണുകെ, മോളെ എഴുന്നേക്ക്. ഇതാരാ വന്നിരിക്കുന്നത് നോക്കി. എഴുന്നേക്ക്. വാ. പോടുന്നു. ഈ നിൽക്കുന്ന ആരാ നോക്കി. നോക്ക് മോളെ. ആരാ നോക്കി. മോളെ അറിയോ ആരാ ഇത്? ആരാ? നോക്ക് മോളെ. നോക്ക്. ആരാ മോളെ ഇത്? നോക്ക് മോളെ. നോക്ക്. ഈ നിൽക്കുന്ന ആരാ നോക്കി. നോക്ക്. അറിയോ ആരാ ഇത്? നോക്ക്. ആരാ ഇത്? ഞാൻ ഗർഭിണിയാ ശ്യാമേട്ട. ശ്യാമേട്ടൻ എന്താ എന്നെ
സംശയമുണ്ടോ? അങ്ങനൊന്നും പറയരുത്. കൂടെ വരാൻ തയ്യാറായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ശ്യാമേട്ടന്റെ സമ്മതം മാത്രം മതി. രേണു, ഞാൻ പറയുന്നത് നീ ശാന്തമായിട്ട് കേൾക്കണം. നമ്മൾ ജീവിക്കുന്നത് സ്വപ്നലോകത്തല്ല, പച്ചയായ ലോകത്താണ്. സമൂഹത്തില് നമുക്ക് പല കെട്ടുപാടുകളുമുണ്ട്, പരിമിതികളുണ്ട്. ശ്യാമേട്ടൻ വീണ്ടും ശാലുവച്ചിയുടെ വിവാഹ കാര്യത്തിലേക്കാ വരുന്നത്. അതുവരെ രേണു കാത്തിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ട. എന്നുവെച്ചാ ഒരു അബോർഷൻ, അത്രമാത്രം. മാലയൊക്കെ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. പക്ഷേ നിനക്ക് ആ കല്യാണ പെണ്ണിന്റെ ഒരു നാണമില്ലല്ലോ. അയ്യടാ, ഞാനിതിനെ നാണിക്കണം. നാണിക്കണ്ടേ? എടീ, പ്രതിശ്രുതവരനായ ഈ ഉള്ളവൻ വധുവിന്റെ മുമ്പിൽ വരുമ്പോൾ ഒരു നാണം കുടുങ്ങല്. വേണ്ട വേണ്ട, നാടകമൊന്നും വേണ്ട. 1 2 അല്ല, 5 വർഷം നമ്മൾ പ്രേമിച്ച് തള്ളിയത്. അതൊക്കെ ശരിയാ. എന്നാലും ഫസ്റ്റ് നൈറ്റ് നാണം കുടുങ്ങി തന്നെ വരണം. അതാ എന്റെ ഒരു സങ്കല്പം. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞതല്ലേ ശ്യാമേട്ടാ, മറന്നുപോയോ? ഡോണ്ട് വറി മിസ്റ്റർ ശ്യാം. സാറില്ല ഡോക്ടർ. രേണയ്ക്ക് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവുമെങ്കിൽ അതിങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. യെസ് യെസ്, ദാറ്റ്സ് ഗുഡ്. എൻ്റെ കണക്കൂട്ടിലൊന്നും തെറ്റിയിട്ടില്ല മിസ്റ്റർ ശ്യാം. ഓൾമോസ്റ്റ് ഇതൊരു നല്ലൊരു മൂവ്മെൻ്റ് ആണ്, എ ബെറ്റർ സൈൻ. ഈ ട്രാക്ക് ഫോളോ ചെയ്താൽ അറ്റ്ലീസ്റ്റ് 2 or 3 months രേണുക മടങ്ങി വരും. സോ
ഇനിയും ഞാൻ മിസ്റ്റർ ശ്യാമിനെ വിളിപ്പിക്കും. സഹകരിക്കുമല്ലോ? ഓക്കെ, ഞാൻ ഇറങ്ങുന്നു. ഒരല്പം ധൃതിയുണ്ട്. ഇന്ന് ഹോസ്പിറ്റൽ ഓപ്പിയുള്ള ഡേറ്റാ. നമുക്കിനിയും കാണാം. താങ്ക് യു. താങ്ക് യു. ഓക്കെ മാഡം. എങ്കിൽ പിന്നെ ഞാനും ഇറങ്ങട്ടെ. ശ്യാം സാറല്ലേ? ആ എന്താ? ശ്യാം സാറല്ലേ അത്? അതെ. ശ്യാം സാർ എന്തിനാ ഇവിടെ വന്നേ?